മലയാളത്തിലെ പ്രശസ്തമായ ഒരു പഴഞ്ചൊല്ലാണ് പുത്തനച്ചി പുറപ്പരം തൂക്കും എന്നുള്ളത്. ഏതായാലും പുത്തനച്ചി പർച്ചേസിംഗ് നടത്തും എന്നുള്ളത് തിരുത്തേണ്ടതായിട്ട് വന്നിരിക്കുകയാണ്. KSRTCയിൽ ഇപ്പോൾ പർച്ചേസിംഗ് മാമാങ്കം നടക്കുകയാണ്. അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത വണ്ടികൾ വാങ്ങിക്കുന്നു. ഇനി അവസാനമായിട്ട് ഓട്ടോറിക്ഷ ഏതാണ്ട് മേടിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അതായത് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന് വാഹനങ്ങൾ ചെക്ക് ചെയ്യുന്നതും പരിശോധിക്കാനുമായി ബന്ധപ്പെട്ട് കുറെ ഓട്ടോറിക്ഷകൾ വാങ്ങിക്കാൻ തീരുമാനിച്ചതായിട്ട് ഒരു പരസ്യം കണ്ട്. ഇത് ട്രോളാണോന്ന് KSRTC സംബന്ധിച്ചുള്ള വാർത്തകൾ വരുമ്പോഴും ഇപ്പൊ ഞാൻ തന്നെ ആലോചിക്കാను ഇത് ട്രോളാണോ എന്ന്. ഇപ്പോൾ ഓട്ടോറിക്ഷ മേടിച്ചിട്ട് വണ്ടി പണിയാൻ വേണ്ടിയൊക്കെ പോകുന്ന വളരെ നല്ല കാര്യം കേട്ടോ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ. ഏതായാലും പർച്ചേസിംഗ് മാമാങ്കത്തിന്റെ ഒടുക്കം എന്നെ നടുക്കിയ ഒരു സംഭവമുണ്ട്. അതായത് 13 ലക്ഷം രൂപ വിലയുള്ള ഏതാണ്ട് കുറെ മെഷീനുകൾ മേടിക്കാൻ പോകുന്നു. അതായത് നിലവിലുള്ള ഊത്ത് മെഷീൻ, കോതമംഗലം മോഡൽ ഊത്ത് മെഷീൻസ് എന്നാണ് ഞങ്ങൾ പറയുന്നത്. കാരണം കോതമംഗലം മോഡൽ ഊത്ത് മെഷീൻസിൽ പച്ചവെള്ളം കുടിച്ചിട്ട് ഊതിയവന് 35% മീറ്റർ റീഡിംഗ് കാണിച്ച KSRTCയുടെ അത്യാധുനികമായി KSRTCക്ക് വേണ്ടി പ്രത്യേകം തയ്യാർ ചെയ്ത ഊത്ത് മെഷീനുകളാണ് നിലവിലുള്ളത്. അപ്പം ആ മെഷീൻ പോരാ എന്ന് ബഹുമാനപ്പെട്ട മന്ത്രിക്ക് തോന്നിയതുകൊണ്ടാണ് മന്ത്രി തള്ളല്ലാത്ത ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. 16 ലക്ഷം രൂപ വിലയുള്ള ഊത്ത് മെഷീൻസ് മേടിക്കുന്നു. ആ മെഷീന്റെ പ്രത്യേകത ഈ വ്യക്തി ഉപയോഗിച്ചിട്ടുള്ള എല്ലാ ലഹരികളും കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ്. എനിക്ക് തോന്നുന്നത് 16 ലക്ഷം രൂപയൊന്നും വേണ്ട, 250 രൂപ മുടക്കി അവിടെ ഓരോ BP പരിശോധിക്കുന്ന മെഷീൻ മേടിച്ചു വെച്ചായിരുന്നെങ്കിൽ സ്ട്രോക്ക് കൊണ്ട് തലകറങ്ങി വീഴുന്ന കുറെ ജീവനക്കാർക്ക് അത് പ്രയോജനകരമായേനെ. രാവിലെ ചെല്ലുമ്പം എടുത്ത് കയ്യെ ചുറ്റിയിട്ട് എന്റെ പൾസ് എത്രയാന്ന് പരിശോധിക്കാൻ പറ്റുവേനെ. ഏതായാലും ഇവിടെ കള്ളു കുടിച്ചോന്നറിയാൻ മെഷീനുണ്ട്, ഭക്ഷണം കഴിച്ചോന്നറിയാൻ യാതൊരു രക്ഷയില്ല എന്ന് പറഞ്ഞിരിക്കുന്ന അവസ്ഥയിൽ 16 ലക്ഷം രൂപയ്ക്ക് മെഷീൻ എന്തിനാണെന്ന് വെച്ചാൽ KSRTCയിലെ ജീവനക്കാർ അപൂർവമായ രീതിയിൽ അല്ലാതെ മയക്കുമരുന്നും അതിഭീകരമായ ലഹരികളും ഉപയോഗിക്കുന്നു എന്നാണ്. ഇപ്പൊ എനിക്കറിയാവുന്ന, ഇപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് പത്രത്തിൽ കാണുന്ന മയക്കുമരുന്നുകളുടെ ചില പേരുണ്ട്. MDMA, ഹാഷിഷ്, പിന്നെ ചരസൊക്കെ ഉണ്ടാവുക പഴയ സിനിമയ്ക്കകത്ത് കാണുന്നത് എനിക്കറിയില്ല. ഏതായാലും അത്തരം ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാത്തതുകൊണ്ട് എനിക്കതറിയില്ല. ഏതായാലും ഞാൻ ഇതേക്കുറിച്ചൊന്ന് പഠിക്കാൻ തീരുമാനിച്ചു. അപ്പം KSRTC ജീവനക്കാരെ ഇത് പരിശോധിക്കാൻ 16 ലക്ഷം രൂപ വരെയുള്ള 100 മിഷൻ മേടിക്കാൻ മന്ത്രി തീരുമാനിച്ചെങ്കിൽ വളരെ നല്ല കാര്യമാണ്. അപ്പൊ ഈ 16 ലക്ഷം രൂപയുടെ മിഷൻ വാങ്ങിച്ചു കഴിയുമ്പോൾ ഈ കഴിക്കുന്ന മയക്കുമരുന്ന്, ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കണ്ടത് 200 കോടി രൂപയുടെ എന്തോ ഒരു ലഹരി പിടിച്ചു. അപ്പൊ ആ 200 കോടി രൂപയുടെ ലഹരിക്ക് ഏകദേശം ഒരു ഗ്രാമിന് 6000 രൂപ വില വെച്ചാണ് ഈ എക്സൈസ് വിഭാഗം കണക്കുകൂട്ടിയിട്ടുള്ളതെന്ന് തോന്നുന്നു. അപ്പം ആകപ്പാടെ ബംഗാളിക്ക് കൊടുക്കുന്ന ശമ്പളം പോലും കൊടുക്കുന്നില്ല. നാണം കെട്ട തള്ളല്ലാതെ ശമ്പളം കൊടുക്കാം ഒന്നിച്ച് കൊടുക്കുമെന്നൊരു തള്ളു നടത്തി ഞങ്ങൾ ഇപ്പൊ നടുവ് നേർന്നിരിക്കുകയാണ്. ഏതായാലും ഇനി തള്ളി KSRTC ജീവനക്കാർ തിരിച്ചു വളയോ എന്നുള്ളത് എന്റെ സംശയം. നമ്മളിപ്പോ ഈ കാണുന്നത് അതായത് അന്യ സംസ്ഥാന തൊഴിലാളിക്കുള്ള ശമ്പളം ഒരു ദിവസം 1000 രൂപ വെച്ചാണ്. ഇവിടെ 30,000 രൂപ ശമ്പളം 15 കൊല്ലമായിട്ട് ഇവിടെ നിൽക്കുന്നതിനില്ല. ആ 30,000 രൂപ ശമ്പളത്തിൽ 2800 രൂപ എടുത്ത് ഈ പറയുന്ന PF ഇതുമായിട്ടുള്ള കാര്യങ്ങൾ പിടിക്കും, ലോണുകൾ പിടിക്കും. ഈ ജീവനക്കാരൻ ഒരു പൊതി ഈ സാധനം 1 ഗ്രാം മേടിക്കണമെങ്കിൽ 6000 രൂപ വേണം എന്നാണ് ഈ വില വിവര പട്ടികയിൽ. നമ്മളിപ്പോ വില വരുമല്ലോ, എക്സൈസുകാർ ഒരു വില കണക്കാക്കുക, ആ വില വിവര പട്ടികയിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഏത് തരം ലഹരിയാണ് KSRTC ജീവനക്കാർ ഉപയോഗിക്കുന്നത് എന്നാണ് അങ്ങ് കരുതുന്നതെന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ഇടയ്ക്ക് തള്ളിന്റെ കൂട്ടത്തിൽ ഒന്ന് ചിന്തിച്ചാൽ നല്ലതായിരിക്കും. അപ്പോൾ ഈ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കാനാണോ അതോ കമ്മീഷൻ അടിക്കാനാണോ ഈ സാധനം വാങ്ങിക്കുന്നത് എന്ന് ആരെങ്കിലും ചിന്തിച്ചാൽ അവരെ കുറ്റം പറയാൻ നിർവാഹമില്ല. ഏതായാലും വളരെ നല്ല കാര്യം. KSRTC ജീവനക്കാര് തെറ്റിലേക്കും മദ്യത്തിലേക്കും മയക്കുമരുന്നിലേക്കും വീഴാതെ അവരെ നേരാവണ്ണം നയിക്കുവാനുള്ള മന്ത്രി ഗണേഷ് കുമാറിന്റെ തീരുമാനത്തിന് വെൽഫെയർ അസോസിയേഷൻ പിന്തുണ സമർപ്പിക്കുന്നതോടൊപ്പം ഈ കത്തിക്കൊണ്ടിരിക്കുന്ന പുരയിൽ നിന്നും കഴുക്കോലൂരി വീട് കത്തിക്കുന്ന സമയത്ത് ഇത്തരം കാര്യങ്ങൾ ചെയ്യരുത് എന്നുള്ളൊരു അപേക്ഷയുണ്ട്. ഏതായാലും ഏതുതരം മയക്കുമരുന്ന് ഉപയോഗിക്കുന്നതാണ് ആയിട്ടാണ് KSRTCയിലെ ജീവനക്കാരനെ അങ്ങ് കണ്ടെത്തിയിട്ടുള്ളതെന്ന് അങ്ങ് പറയുവാൻ തയ്യാറാവണം. 1.5 മണിക്കൂർ ഫോൺ ചെയ്ത് കേരളത്തിലെ നിരത്തുകൂടി വാഹനം ഓടിച്ചു എന്ന് അങ്ങേ തിരിച്ചറിഞ്ഞ വ്യക്തിയെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യാതെ ഇരിക്കുന്നത് അങ്ങ് സത്യപ്രതിജ്ഞാ ലംഘനമാണ് നടത്തുന്നത്. അതുകൊണ്ട് തള്ളുകൾ അവസാനിപ്പിച്ചുകൊണ്ട് അങ്ങ് ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ഏതുതരം മയക്കുമരുന്നാണ്, ഈ മിഷൻ എത്രയെണ്ണം മേടിക്കുന്നുണ്ട് എന്നൊക്കെയുള്ളത് കൃത്യമായി കേരളീയ പൊതുസമൂഹത്തോട് പറഞ്ഞാൽ നല്ലതായിരിക്കും എന്ന് ഞങ്ങൾ കരുതുന്നു. വളരെ Thank you.